പുതിയ അധ്യായ വർഷത്തിന് തുടക്കമാവുന്നു. കോളേജുകളിൽ അഡ്മിഷൻ ആരംഭിച്ചു. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഇപ്പോൾ തിരഞ്ഞെടുക്കുന്നത് വിദേശ ഉപരിപഠനത്തിനാണ്. എന്തുകൊണ്ട് ഇത് കേരളത്തിൽ തന്നെ നടത്തിക്കൂടാ, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ നടത്തിക്കൂടുക? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മികച്ച ഒരു കരിയറാണ് ഇപ്പോഴത്തെ യുവാക്കൾ നോക്കുന്നതെങ്കിൽ അതിന് ഏറ്റവും മികച്ച ഒരു മാർഗമാണ് ജേർണലിസം. ജേർണലിസം എന്ന് പറയുമ്പോൾ നമുക്ക് കുറേയേറെ കാര്യങ്ങൾ ഓർമ്മ വരുമെങ്കിലും പ്രധാനമായിട്ടും റിപ്പോർട്ടിംഗ് എന്ന് മാത്രമാണ് വരിക. പക്ഷേ ജേർണലിസത്തിൽ അങ്ങനെയാണോ? അല്ല എന്ന് എടുത്തു പറയേണ്ടി വരും. നമ്മുടെ അഭിരുചികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പോഴത്തെ ജേർണലിസം ഡിഗ്രി PG കോഴ്സുകളിൽ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഇഷ്ടമുള്ളിടത്തോളം പണം സ്വരൂപിക്കാനും സുഖമായി ജീവിക്കാനുമുള്ള വരുമാനം ലഭിക്കുകയും ചെയ്യും. മാധ്യമങ്ങളുടെ കാര്യത്തിൽ രണ്ട് രീതിയിലുള്ള മാധ്യമ പ്രവർത്തനമാണുള്ളത്. ഒന്ന് പരമ്പരാഗത മാധ്യമങ്ങൾ, അതായത് ന്യൂസ് പേപ്പർ, റേഡിയോ, ടെലിവിഷൻ വരെ. മറ്റൊന്ന് ആധുനിക കാലത്തെ മാധ്യമ പ്രവർത്തനം, അത് ഡിജിറ്റൽ മീഡിയ ആണ്, ഓൺലൈൻ മാധ്യമങ്ങൾ എന്ന് നമ്മൾ പറയും. മത്സരം കടക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്തായാലും വരുമാന മാർഗം പരസ്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചത്, നമുക്ക് ഈ മാധ്യമ പ്രവർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ റിപ്പോർട്ടിംഗ് മാത്രമല്ല മാധ്യമ പ്രവർത്തനം, വീഡിയോ എഡിറ്റിംഗ് ഉണ്ട്, ഫോട്ടോ ജേർണലിസം ഉണ്ട്, വീഡിയോ ജേർണലിസം ഉണ്ട്. അതോടൊപ്പം തന്നെ കലാ സാംസ്കാരിക രംഗത്തുള്ള നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും നമുക്ക് ഏറ്റവും കൂടുതൽ അവസരം ലഭിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഇപ്പോൾ ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. പഴയകാലത്ത് പറഞ്ഞു വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്, ഒരു മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അത് കൃത്യമായി കണ്ടെത്തി അത് മറ്റുള്ളവർക്ക് എത്തിക്കുകയും അതിന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണെന്ന്. അതോടൊപ്പം തന്നെ തിരിച്ചും എന്ന് വെച്ചാൽ ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ പോലെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരു കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഈ മാധ്യമപ്രവർത്തനത്തിൻ്റെ ശൈലി അപ്പാടെ മാറി എന്ന് വേണം പറയാൻ. അതിന് പ്രധാന കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സോഷ്യൽ മീഡിയയുടെ കടന്നുവരവാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ ആർക്കും എന്തും എപ്പോഴും വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. അവിടെ എഡിറ്റിംഗ് നടക്കുന്നത് വളരെ അപൂർവമാണ്. ഇത് പല വിഷയത്തിനും കാരണമാകുന്നുണ്ടെങ്കിൽ കൂടിയും ഈ ഓൺലൈൻ മീഡിയ വഴി അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ വഴി നിരവധി ആളുകളാണ് നല്ല മികച്ച സ്ഥാപനങ്ങൾ വളർത്തിയെടുത്ത് നടക്കുന്നത്. ഇതിന് മാധ്യമ പ്രവർത്തനം പഠിക്കണം എന്ന് മാത്രമല്ല, അതിന് കൃത്യമായിട്ടുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ ചുരുങ്ങിയ കാലം കൊണ്ട് മികച്ച ജീവിത വിജയം നേടാൻ ഈ മാധ്യമ പ്രവർത്തനം കൊണ്ട് സാധിക്കും. സംഗതി ടെലിവിഷൻ ചാനലുകളിലും അതോടൊപ്പം തന്നെ മൊബൈൽ ഫോണുകളിലും നമുക്ക് നമ്മളെ തന്നെ പ്രസൻറ്റ് ചെയ്യിക്കാൻ ഒരവസരം ഉണ്ടെങ്കിലും ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, മാധ്യമപ്രവർത്തനത്തിൻ്റെ ആ ശൈലി പാടെ മാറി എന്നുള്ളത് തന്നെയാണ്. അത് വീണ്ടും ആവർത്തിച്ചു പറയുന്നത്, ഇതിപ്പോൾ മത്സരത്തിൻ്റെ ഭാഗമാണ്. കേരളത്തിൽ തന്നെ നമുക്ക് വിരലെണ്ണാൻ കഴിയാവുന്നത്ര അല്ലെങ്കിൽ അതിൽ കൂടുതൽ ടെലിവിഷൻ ചാനലുകൾ വന്നു കഴിഞ്ഞു. ഓൺലൈൻ അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയയുടെ കാര്യം നമുക്ക് പറയാതിരിക്കാനും പറ്റില്ല. പക്ഷേ തെറ്റായ വാർത്തകൾ നൽകുന്നു വഴി വളരെ വലിയ സാമൂഹിക വിപത്തുകൾക്കും ഇത് കാരണമാകും. എന്തായാലും മാധ്യമ പ്രവർത്തനം പഠിക്കണമെന്നുള്ളവർക്ക് ഇപ്പോൾ ഏറ്റവും മികച്ച അവസരമാണ് നിലനിൽക്കുന്നത്. കാരണം ആർട്സ് വിഷയങ്ങൾ പഠിക്കാൻ വിദ്യാർത്ഥികൾ വളരെ കുറവ്. മാധ്യമ പ്രവർത്തനത്തിലേക്ക് നിരവധി ആളുകൾ കടന്നു വരികയും വേണം, അല്ലെങ്കിൽ അത്രയും ജോബ് സ്ട്രെങ്ത് ഓരോ മാധ്യമ സ്ഥാപനത്തിനും വേണം. പക്ഷേ അതിന് മാത്രം ആളുകൾ ഇപ്പോൾ ഈ മാധ്യമ പ്രവർത്തനത്തേക്ക് വരുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഡിഗ്രിയോ PGയോ മാത്രമല്ല, ഇനി ടീച്ചിങ് മേഖലയിലേക്ക് പോകണമെങ്കിൽ പോലും PhD വരെ നമുക്ക് എടുക്കാനുള്ള സൗകര്യം കേരളത്തിലുണ്ട്. മികച്ച കോളേജുകൾ, മികച്ച സൗകര്യങ്ങളുള്ള കോളേജുകൾ, ക്യാമ്പസുകൾ നമുക്ക് കേരളത്തിൽ ലഭ്യമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് അത്രയൊന്നും പണം മുടക്കാൻ സാധിക്കാത്ത സാധാരണക്കാർക്ക് 6 മാസത്തെ ഡിപ്ലോമ കോഴ്സുകൾ സർക്കാർ ലെവലിൽ തന്നെയോ അല്ലെങ്കിൽ പ്രസ് അക്കാദമികൾ വഴിയോ നടത്തുന്നുണ്ട്.
ഒരു കാര്യം ഓർത്തിരിക്കുക, ജോലി എന്ന് പറഞ്ഞാൽ വിദേശത്ത് പോവുക എന്നത് മാത്രമല്ല, സ്വന്തം നാട്ടിൽ സ്വയം വെട്ടിപ്പിടിച്ച് ഈ മാധ്യമ മേഖലയിൽ വളരെ ഉയരത്തിലെത്തിയ നിരവധി വ്യക്തികൾ, മുതിർന്ന മാധ്യമ പ്രവർത്തകർ ഇപ്പോഴുമുണ്ട്, ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നവർ വരെ. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പ്രതിപാദിച്ചതുപോലെ തന്നെ നമുക്ക് ഉന്നതമായിട്ടുള്ള ഒരു ജീവിത നിലവാരം ലഭിക്കുന്നതിനും മികച്ച വരുമാനം കണ്ടെത്തുന്നതിനും ഈ മാധ്യമ മേഖലയിലേക്ക് കടന്നു വരുന്നവർക്ക് മികച്ച അവസരമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കടുത്ത മത്സരം കാരണം ചില മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകും എങ്കിലും ഇതിനോട് കൂടുതൽ താല്പര്യമുള്ളവർക്ക് ഇത് മികച്ച അവസരമാണ്. നിരവധി മികച്ച കോളേജുകളിൽ ഇപ്പോഴും ജേർണലിസത്തിന് സീറ്റുകളുണ്ട് എന്നുള്ളതും ഇവിടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു.